നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾക്ക് ശേഷമാണ് ആ കരിമ്പിൻ കാള എന്ന് പറയുന്ന ആ ഒരു വേട്ടാവളിയനെ മീഡിയ വൺ ചാനലിനകത്ത് കിട്ടിയത്. നമ്മുടെ അഹിംസ ഉണ്ടല്ലോ, എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി കാലെ പിടിച്ച് കറക്കി നിലത്തടിക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഈ ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ ആണൊരുത്തൻ രാജ്യം ഭരിക്കുന്നതിൻ്റെ ഗുണമാണ് നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്നിട്ടുള്ളൊരു വിഷയം നിങ്ങൾക്കറിയാം. ഒരു തട്ടമിട്ട പെൺകുട്ടി അവിടെ വരുത്തി വെച്ചിട്ടുള്ള വിന, അതായത് ആ കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് പലരും ഭയന്നു പോയി എന്നുള്ളതാണ്. പിന്നെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഇട്ടപ്പോൾ കേരളത്തിലെ ആ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധവുമായിട്ട് മുന്നോട്ട് വന്നത്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. കന്യാകുമാരിയോട്ട് കാസർഗോഡ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കരോള് പോലും നേരാവണ്ണം നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മതം തലക്ക് പിടിച്ചിട്ടുള്ള മത തീവ്രവാദികളായിട്ടുള്ള ഈ പേപ്പട്ടികളുടെ ആസനം താങ്ങി നടക്കുന്ന ഈ കരിമ്പിൻ കണ്ടിയും കാസാ കൂസന്മാരും പൂഞ്ഞാറിൻ്റെ 2 വിഴുപ്പ് അപ്പികളും കൂടെ ചേർന്നുകൊണ്ട് ഈ സമുദായത്തെ ഒറ്റുകൊടുത്ത് ഈ നാറുകൾ യൂദാസിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ. ഇത് നിങ്ങൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ കേക്കും വീഞ്ഞും ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ അന്തപ്പുരങ്ങൾ കയറി ഇറങ്ങാൻ ഇവർ വരും. ഇവർ ചില വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. തന്നതിന് ശേഷം ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അത് നേരെ മറിച്ച് ഈ പാവം പിടിച്ച സഹോദരങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെയാണ് ഈ നാറികൾ ഓരോ സ്ഥലത്തും ഇവരെ കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഛത്തീസ്ഗഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾക്കറിയാം. ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മത തീവ്രവാദികളായിട്ടുള്ള ഈ നാറികൾ ഇരച്ചു കയറിക്കൊണ്ട് അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഇവിടെ യേശുവിനെയും ഇവരെയൊന്നും ആരാധിക്കാനൊന്നും പറ്റത്തില്ല, ഇവിടെ ഹിന്ദു ആചാരങ്ങളും ഹിന്ദു ദൈവങ്ങളുടെ ഇതൊക്കെ പറ്റത്തുള്ളൂ, നിർബന്ധമായിട്ടും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാം. ഈ രാജ്യം ഇവൻ്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തരാൻ ഇവൻ്റെയൊക്കെ പൂർവികന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നു? അന്നൊക്കെ ഇവനൊക്കെ മാളത്തേക്ക് ഒരു ഒളിച്ചിരിക്കുകയും അന്നത്തെ ബ്രിട്ടീഷ് നായ്ക്കളുടെ ഷൂ നക്കി അവൻ്റെയൊക്കെ ആസനം നക്കി ജീവിച്ച ഈ നാറികൾ, ഞങ്ങളുടെയൊക്കെ പൂർവികന്മാരുണ്ടല്ലോ, ഈ ബ്രിട്ടീഷുകാരുടെ നേരെ നെഞ്ചു വിരിച്ച് നിന്ന് യുദ്ധം ചെയ്ത് ഈ നാറികളെ ഇവിടുന്ന് തുരത്തി ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് നീയൊക്കെ ഈ തെമ്മാടിത്തരങ്ങൾ ഈ കോപ്രായങ്ങളിലൂടെ കാണിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ന്യായീകരിക്കുന്ന ഉളുപ്പില്ലാത്ത കാണ്ടാമൃഗത്തിൻ്റെ തോലിനെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളകൾ പരിവാർ നാറികൾക്ക് വേണ്ടി ഇങ്ങനെ വെളുപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലെ വാരി ഇവനൊക്കെ നിലത്തടിക്കേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുള്ളതാണ്. എന്തായാലും അഹിംസ് എടുത്തിട്ട് കീറി ഒട്ടിക്കുന്നുണ്ട്. വീഡിയോ കണ്ടു. ഇന്ത്യയിൽ കലാപമുണ്ടാക്കിയ, ഇന്ത്യക്കാരെ കൊന്ന, ഇന്ത്യയിലെ കോടതികൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച അജ്മൽ കസബിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തി. എവിടെയാണ് കെന്നഡി കൈമാറ്റോ? പച്ചക്കള്ളം എന്നത് പബ്ലിക് ഡൊമൈനിൽ പറയുന്നത്. നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് പ്രചരിപ്പിക്കുക. അതിനെതിരെയാണ് നമ്മളിവിടെ ചർച്ച നടത്തുന്നത്. നിങ്ങൾ പച്ചക്കള്ളം ഇവിടെ പറയുന്നത് കേട്ടോ. വെല്ലുവിളിക്കുന്നു. ഒരു വെല്ലുവിളിയില്ല. നിങ്ങൾ നോണയാ പറയുന്നത്. വെല്ലുവിളിയില്ല, ഒരു വെല്ലുവിളിയില്ല. പറ്റുമെങ്കിൽ അത് പിൻവലിച്ച് മാപ്പോ. വെറുതെ പച്ച നയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നാളെ ചർച്ചയ്ക്ക് വെക്കാമോ? എവിടെ ചർച്ച? അതിനൊന്നും ചർച്ചയെ വേണ്ട. അതിന് ചർച്ചയെ വേണ്ട. പച്ചക്കള്ളം വിളിച്ചു പറയരുത്. ഞാൻ വിത്ത് എവിഡൻസ് കൊണ്ടുവരാം. എന്ത് എവിഡൻസ്? എവിടെ കൊണ്ടുവരാൻ? എവിടെ കൊണ്ടുവരാൻ നിങ്ങൾ എവിഡൻസ്? ജനസമക്ഷം അജിംസ് ചീത്തയാവുന്നു, മോശമാവുന്നു അജിംസിന്റെ മുഖം. നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുന്ന പോലെ അതൊരു പബ്ലിക് ഡൊമൈനിൽ ഒന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു ഉളുപ്പില്ലാതെ. ഈ ഉളുപ്പില്ലാത്ത നാറിയനൊക്കെ വിളിക്കുന്ന അഹിംസയെ നിങ്ങളെയാണ് സത്യത്തിൽ പറയേണ്ടത് കേട്ടാ. ഈ വേട്ടാവളിയനൊക്കെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവ സമൂഹം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ ഒട്ടാകെ. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ അജ്മൽ കസബിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ അജ്മൽ കസബിനെയൊക്കെ ഇവിടെ ഏത് ആളുകളാണോ അംഗീകരിക്കുന്നത്? ഇങ്ങനെയൊന്നും ഇവിടുത്തെ മുസൽമാന്റെ നെഞ്ചത്ത് നീ കൊണ്ടുവച്ച് ചാപ്പ കുത്താനൊന്നും നോക്കണ്ട. അത് നിന്റെ കയ്യിലിരുന്ന് അത് 8 മടക്കി നീ നിന്റെ മുണ്ടിന്റെ താഴോട്ട് വെച്ചാൽ മതി. ഇനി നിങ്ങൾ കേട്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളം മാത്രം ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? വിദ്യാഭ്യാസം ഇവിടെയാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്. വാർത്ത വരുന്നതിന്റെ കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടായിരിക്കും ഇവിടെയാണ് വിദ്യാഭ്യാസം ഉള്ളവരും പത്രം കാണുന്നവരും ടി വി കാണുന്നവരും. ശരി കെന്നഡി പറയൂ. അല്ല, അത് ആ പറഞ്ഞത് വളരെ തെറ്റാണ്. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിലെ ക്രിസ്ത്യാനികൾ മണ്ടന്മാരാണെന്നും വിഡ്ഢികളാണെന്നും ഒക്കെ അവിടെ നിന്ന് റിജുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ അങ്ങനെയല്ല ആളുകൾ ചിരിക്കുകയാണ്. കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് സ്വന്തമായ മാധ്യമങ്ങളില്ല. അവർ സാമ്പത്തികമായി മുന്നോക്കമുള്ള വിഭാഗങ്ങളല്ല. അവർക്ക് കേരളത്തെ പോലെ വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങളല്ലാതൊന്നും.
ഛത്തീസ്ഗഡ് ആവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, UP ആവട്ടെ, സ്വാഭാവികമായിട്ടും ഏതാണ്ട് 20% ജനസംഖ്യയുള്ള ക്രൈസ്തവരുള്ള കേരളത്തിൽ ഇത് കൂടുതൽ ചർച്ചയാവുകയും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവുകയും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതിൽ അസ്വസ്ഥപ്പെടുന്നതാണ് കെന്നഡി. അസ്വസ്ഥപ്പെടുകയല്ല. കാരണം അജിംസ് തന്നെ ഇപ്പോൾ പറഞ്ഞു 20% കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന്. 90% ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ 4 5 ഉണ്ട് അജിംസെ. അതുകൊണ്ട് അതിലൊന്നും എന്നോട് ജനസംഖ്യ അത്ര വരില്ലല്ലോ. കേരളത്തിലെ എണ്ണം ഞാൻ ശതമാനം എന്ന് പറയുന്നത് 3.5 കോടിയുടെ 20% പറഞ്ഞത്, 10 ലക്ഷത്തിന് 90% എന്നല്ല. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇനി കിടന്ന് ഉരുളാം, പറഞ്ഞിടത്ത് നിന്ന് ഉരുളാം. ഞാൻ ഉരുണ്ടു. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എണ്ണം ക്രൈസ്തവരുള്ള സംസ്ഥാനം കേരളമാണ്. ഇനി അതിൽ മാറ്റമില്ലല്ലോ. ഇനി പറയൂ, എന്തിനാണ് അങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് ചർച്ചയാകുമ്പോൾ? ഞാൻ എതിർക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ അജിംസേ, നിങ്ങളിപ്പോ ഈ ക്രിസ്ത്യാനികളുടെ എണ്ണവും ഒക്കെ പറയുന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് ഞാൻ കൂടി ചോദിക്കുകയാണ്. ലോകത്തിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാനൊപ്പം മുസ്ലിം ജനതയുള്ളത് ഇന്ത്യയിലാണ്. അവരെ പോലെ സംരക്ഷിതരായ, അവരെ പോലെ സുരക്ഷിതരായ, അവരെ പോലെ സന്തോഷമായ ജീവിതം നയിക്കുന്ന മുസ്ലിംസ് പാകിസ്ഥാനിലുണ്ടെന്ന് അജിംസിന് നെഞ്ചിത്തൊട്ട് പറയാൻ കഴിയുമോ? ഇന്ത്യൻ മുസ്ലിങ്ങളൊക്കെ ഈ ഭരണകൂടത്തിന് കീഴിൽ സംതൃപ്തരും സുരക്ഷിതരുമാണെന്ന് കെന്നഡി തീരുമാനിച്ചാൽ മതിയോ? അല്ലല്ല, കെന്നഡി തീരുമാനിച്ചാൽ മതിയോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന്? ഇല്ല, മാധ്യമങ്ങളുള്ളത് അല്ല, ഇന്തോനേഷ്യയിലെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കാര്യം പിന്നെ ഇന്ത്യയിലെ കാര്യം ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന് ഏത് രേഖയുടെ ഏത് കണക്കിന്റെ ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? പാകിസ്ഥാനിലെ മുസ്ലിംസിനെക്കാളും ഞാൻ പാകിസ്ഥാനിലെ ഇന്തോനേഷ്യയിലെ ആളുടെ കാര്യം നോക്കുന്നില്ല. എനിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അവരുടെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? കെന്നഡിക്ക് ഉത്തരവുണ്ടോ? വേറെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞത് പാകിസ്ഥാനേക്കാളും ഞാൻ പാകിസ്ഥാൻകാരനല്ല, ഞാൻ ബംഗ്ലാദേശുകാരനോ ഇന്തോനേഷ്യക്കാരനോ അമേരിക്കക്കാരനോ അല്ല. എന്റെ ചോദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഏത് ഡാറ്റയുടെ, ഏത് കണക്കിന്റെ, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെന്നഡി പറയുന്നത്? ഞാൻ പച്ചക്ക് പറയാം. ഞാൻ ഇപ്പൊ ഒരു ഡിസർട്ടേഷൻ, നമ്മുടെ ഈ PhD തീസിസ് പോലെ ഒരു ഡിസർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒന്നല്ല 80 ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന, അതായത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിംസിന്റെയും എടുത്തു പറഞ്ഞു തന്നെ ഞാൻ പറയാം. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ക്രിസ്ത്യാനിയും അജിംസ് മുസ്ലിം എന്ന് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത്രയും ലോകത്ത് പലർക്കും കിട്ടുന്നില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത്ര ആവശ്യമില്ല. അത് കുറച്ച് കുറയ്ക്കാം എന്നാണോ കെന്നഡിയുടെ അഭിപ്രായം? 15ഓളം അതിസമ്പന്നരായ എനിക്ക് മറ്റു രാജ്യങ്ങളുടെ കാര്യം കേൾക്കുന്നത്. എനിക്ക് മറ്റു രാജ്യങ്ങളിൽ പൗരത്വമില്ല, എനിക്ക് ഇരട്ട പൗരത്വമില്ല. എനിക്ക് മറ്റു രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്റെ പ്രശ്നമല്ല. എനിക്ക് എന്റെ അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ഉറപ്പാണ് കെന്നഡിക്കുള്ളത്? അതിന് എന്ത് ഡാറ്റയാണുള്ളത്? എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണ്ട. ഇന്ത്യയിലെ കാര്യം പറയും. ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ടയെ കുറിച്ച് സംസാരിക്കൂ. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അതാണ്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടത് ആരാധനാലയങ്ങൾ കയറി ആക്രമണം നടത്തുന്നു, തെരുവോരങ്ങളിൽ ആക്രമണം നടത്തുന്നു, ക്രൈസ്തവരുടെ വീടുകൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് പ്രശ്നമല്ലാത്ത ഇവനെന്ത് തേങ്ങയുടെ ഈ പറയണത്? ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവനുടനെ പാകിസ്ഥാനിലേക്ക്, ഇന്ത്യൻ ഏഷ്യയിലേക്ക്, ലഡാക്കിലേക്കൊക്കെയാണ് ഈ വേട്ടാവളിയൻ ചർച്ച കൊണ്ടുപോകുന്നത്. അതായത് ഇവിടുത്തെ ക്രൈസ്തവരെ ഉപദ്രവിക്കുന്ന സംഖ്യകളെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല. അതാണ് ഇവന്റെയൊക്കെ നിലപാട്, ഇവന്റെയൊക്കെ തീരുമാനം. സത്യത്തിൽ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? കാണ്ടാമൃഗവും നാണിച്ചു പോവും ഇവന്റെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ. അത്രത്തോളം തൊലിക്കട്ടിയുള്ള വൃത്തികെട്ട ജീവികളാണ് ഇവനൊക്കെ. സത്യത്തിൽ ഈ ക്രൈസ്തവ സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏൽക്കുന്ന ഈ പീഡനത്തെ കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാൻ ഈ സമുദായത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ വേട്ടാവളിയൻ ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇതിന്റെ മൊത്തത്തിലുള്ള അട്ടിപ്പറ അവകാശം ഇവന്റെ തലമണ്ടയ്ക്ക് വെച്ചു കൊടുത്തിട്ടില്ല. കാരണം ഇവന്റെ തലമണ്ടയിൽ ചാണകമായതുകൊണ്ട് ഇവിടെ നല്ല ബുദ്ധിയുള്ള ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, അവർക്കത് മനസ്സിലാകും. ഇവൻ വരുന്നത് സംഘികളുടെ ആസനം താങ്ങി അവരെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും അഹിംസ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, അടിച്ച് അവന്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വേണം ഇനി ബാക്കി കൊടുക്കാൻ. ഒരു വീഡിയോ കാണാം. ബൈ.